വിശദമായ വാർത്തകളിലേക്ക്. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ മാസ്ക് നിർബന്ധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. പുക ശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചികിത്സ തേടിയത് 899 പേരാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ബ്രഹ്മപുരത്ത് സന്ദർശനം നടത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുന്നു. അശ്വതി, അല്പസമയം മുൻപാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ യോഗം ചേർന്ന് ചില നിർദ്ദേശങ്ങൾ കൊച്ചിക്കാർക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊച്ചിക്കാർ മാസ്കിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര 799 പേരാണ് ഈ വിഷയം 899 പേരാണ് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയത്. 17 പേര് കിടത്തി ചികിത്സ ചെയ്തു. ഇത് ഗുരുതരമായ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു മുൻകരുതൽ എന്ന നടപടിയിൽ എന്ന പേരിൽ ഒരു മാസ്ക് എല്ലാവർക്കും നിർബന്ധമാക്കിയിരിക്കുകയാണ്. കൊച്ചിക്കാർ എല്ലാവരും തന്നെ വരും ദിവസങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. IMA പ്രൈവറ്റ് ആശുപത്രി മുതലായവയുടെ സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ അർബൻ ശ്വാസ് ക്ലിനിക്ക് ആരംഭിക്കും. ആരോഗ്യ സർവേ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ഈ സർവേയുടെ കാര്യം നേരത്തെ തന്നെ P. രാജീവ് അടക്കമുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ടായതാണ്. ആരോഗ്യ സർവേ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടാകും. കാരണം കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക്, കൊച്ചിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലേക്കും ഈ പുക പരക്കുന്നതിനാൽ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കെയർ ആവശ്യമായിട്ട് വരുന്നു, ചികിത്സ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള നടപടികളും ആരംഭിക്കും. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ വൈറൽ ഫീവർ വളരെയധികം പകരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളും വളരെയധികം പകരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് എതിരെയുള്ള നടപടികൾ ആരംഭിക്കും. ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ കണ്ട് ഭയപ്പെടരുതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. അഗ്നിശമന സേനയിൽ ഉൾപ്പെട്ടവർ അവർക്ക് ആരോഗ്യ പരിശോധനകൾ നൽകും. നിരവധി പേരാണ്. അത് കൊച്ചിയിൽ നിന്ന് മാത്രം, എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ അംഗങ്ങൾ ഇവിടെ ബ്രഹ്മപുരത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാത്തര ആരോഗ്യ പരിശോധനകൾ നടത്തും. അതുപോലെ തന്നെ ഇവർക്ക് പിന്തുണ നൽകും. അതുപോലെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചും ഇന്ന് സമിതി യോഗം വളരെ വിലയിരുത്തിയിട്ടുണ്ട്. കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. ചൂട് കൂടുതലായതിനാൽ എല്ലാവരും ധാരാളം വെള്ളം കുടിക്കണമെന്നും നേരിട്ട് വെയിൽ ഏൽക്കരുത് എന്നും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകൻ്റെ അധ്യക്ഷതയിൽ ഒരു വിദഗ്ധ സമിതിയും യോഗം ചേർന്നിരുന്നു. അത് ബ്രഹ്മപുരത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. ആ യോഗത്തിൽ നിലവിലെ മാർഗങ്ങൾ തന്നെ, അതായത് തീ അണയ്ക്കുന്നതിന് വേണ്ടി വെള്ളം പമ്പ് ചെയ്യുന്ന നിലവിലെ മാർഗങ്ങൾ തന്നെയാണ് ഫലപ്രദം എന്നൊരു വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായത്. മറ്റു മാർഗങ്ങൾ പലതും ചർച്ച ചെയ്തെങ്കിലും അതല്ല, നിലവിലെ മാർഗം തന്നെ പിന്തുടരാനാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. പുക ഉയരുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ച് വിദഗ്ധ സമിതി വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീപിടുത്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ ഇൻഫ്രാറെഡ് തെർമൽ ക്യാമറകളും HH ഗ്യാസ് മോണിറ്ററുകളും വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ വിദഗ്ധ സമിതിയുടെ യോഗം തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പുക ഉയരുന്ന സാഹചര്യത്തിൽ റിസ്ക് അനാലിസിസ് നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ദിവസേന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യും. അതുപോലെ തന്നെ തീപിടുത്തത്തെ തുടർന്ന് പ്ലാന്റിൽ അവശേഷിക്കുന്ന ചാരം വലിയ ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ പുക പോലെ തന്നെ ചാരവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. MG സർവകലാശാലയിലും അതുപോലെ തന്നെ കുസാറ്റ് സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞർ, കുസാറ്റിലെ അഗ്നിസുരക്ഷാ വിഭാഗം, NIIST പരിസ്ഥിതി, കാലാവസ്ഥ
കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് എന്നിവിടങ്ങളിലെ വിദഗ്ധരും ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് ഈ യോഗത്തിൽ ഇന്ന് പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിലെ തീരുമാനപ്രകാരം നിലവിലുള്ള രീതികൾ തന്നെ ബ്രഹ്മപുരത്ത് തുടരാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ 90% തീ അണയ്ക്കാനായിട്ട് സാധിച്ചു എന്ന് ഇന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിദഗ്ധ സംഘം ഇപ്പോൾ ഇന്ന് ബ്രഹ്മപുരത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം തുടർ നടപടികൾ ഈ വിഷയത്തിലുണ്ടാകും. അതുപോലെ തന്നെ അന്വേഷണവും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണവും തുടരുന്നുണ്ട്. ഭദ്ര. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ മാസ്ക് നിർബന്ധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണം. പുക ശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചികിത്സ തേടിയിട്ടുള്ളത് 899 പേരാണെന്നും വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.